ഇന്ന് നമുക്ക് കോട്ടയം ലുലുമാളെന്ന് കാണാൻ പോയാലോ? ഇത്രയും അടുത്ത് ലുലുമാൾ വന്നിട്ട് കാണാൻ പോകുന്നത് ഇതേ ഇപ്പോഴാണ്. ഫസ്റ്റ് തന്നെ കയറിയത് കിഡ്സിൻ്റെ ഈ ഒരു സെക്ഷനിലേക്കായിരുന്നു. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കണ്ട് നടന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് അവിടെ നിന്നും വാങ്ങിക്കാൻ ഉദ്ദേശമില്ലായിരുന്നു. രീതിയിൽ കാണുക എന്നുള്ളത് നമ്മുടെ ഒരു ഹോബി ആയതുകൊണ്ട് കാണിച്ച് മാത്രം കൃത്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്നിട്ട് ഈ കുറച്ച് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് വന്നിട്ട് വേറെ എന്തും വാങ്ങിയില്ലെങ്കിൽ ഇത് കണ്ടിട്ട് വാങ്ങിക്കാതിരിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ശേഷം പിന്നെ ഫുഡ് കഴിക്കണമെന്ന് കുറച്ച് ആഗ്രഹങ്ങളുണ്ടെങ്കിലും നമ്മുടെ പല്ലിൻ്റെ അവസ്ഥ ഓർത്ത് കഴിഞ്ഞാൽ അതിനൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ പോന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഏറ്റവും മുകളിൽ ചെന്നിട്ട് നമ്മുടെ ബ്യൂട്ടി പ്രോഡക്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കേണ്ടി വന്നു. അപ്പം പ്രത്യേകിച്ച് ഞാൻ അവിടെ ഒന്നും കണ്ടില്ല കേട്ടോ. പിന്നെ ഒന്നും കാണാത്ത സങ്കടത്തിൽ നേരെ പോയി കയറിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്ഥലത്തോട്ടായിരുന്നു കേട്ടോ. ഇവിടെ കയറിയിട്ടുണ്ടെന്ന് ചോക്ലേറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പുറത്ത് നമ്മൾ വാങ്ങുന്നതിന് കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ കണ്ടിട്ടോ. എന്തായാലും സംഭവം സൂപ്പറായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റത്തിനെ കണ്ടുപിട്ടിട്ടോ ഇവിടെ വെച്ചിട്ട് ഈ ഒരാൾ പിന്നെ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയ ശേഷം അതേപടി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അതൊക്കെ കണ്ടിട്ട് നേരെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ നേരെ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ഫേസ് വാഷും കാര്യങ്ങളൊക്കെ തപ്പാനായിട്ടായിരുന്നു കേട്ടോ. അവസാനം തപ്പി തേടി അതും കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ വാങ്ങി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പിന്നെ പോയിട്ടുണ്ടായിരുന്നിട്ട് ഇതേൻ്റെ ബുക്കുകളൊക്കെ ഉള്ള ഈ ഒരു ഇതിലേക്കായിരുന്നു കേട്ടോ. ഇവിടെ പോയപ്പോൾ നേരെ പോയിട്ടുണ്ടായിരുന്നു നൊസ്റ്റാൾജിയയിലേക്ക്. കാരണം നമുക്ക് പണ്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളെ ഇവിടെ വെച്ച് കണ്ടു കേട്ടോ. അതായത് നമ്മുടെ ബാലരമ. അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമുക്ക് കണ്ടു കിട്ടിയത് ഒരാൾ ജിംഗിൾ ബുക്സ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.